ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. നമുക്കിന്നൊരു തോരൻ കറി വെക്കാം. അധികം ആരും വെച്ചിട്ടില്ലാത്ത ഒരു തോരൻ കറിയാണ് ഒരു മഷിത്തണ്ട് തോരൻ. മഷിത്തണ്ട് നമ്മുടെ എല്ലാവരുടെയും പറമ്പിൽ കൂടി ധാരാളം ഉള്ളതാണ്. അത് തോരൻ കറി വെക്കാൻ വളരെ നല്ലതാണ്. ഇലക്കറിയാണ്, വളരെ വിറ്റാമിൻ ഉള്ള കറിയാണ്. അതിനായിട്ട് ആദ്യമായിട്ട് പോയി മഷിത്തണ്ട് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ നമുക്കിന്ന് മഷിത്തണ്ട് എടുത്തുകൊണ്ട് വന്ന് ഒരു മഷിത്തണ്ട് തോരൻ കറി വെക്കാം. മഷിത്തണ്ട് പറിക്കാൻ പോയപ്പോഴാണ് ടാങ്കിൽ നിറയുന്ന വെള്ളം ഒഴിയുന്ന ശബ്ദം കേട്ടത്. അപ്പോൾ ടാങ്കിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ടാങ്ക് നിറഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. വെള്ളം നിർത്താനായിട്ട് ടാങ്കിനടുത്തേക്ക് പോയി. അവിടെ ചെന്ന് ടാങ്കിനടുത്ത് ചെന്നപ്പോൾ ടാങ്ക് നിറച്ചും വെള്ളമായി. വലയിട്ട് മൂടിയിട്ടുണ്ട്, എന്നാലും കരിയില വീണ് കിടപ്പുണ്ട്. അതെല്ലാം ഇതാണ് മഷിത്തണ്ട്. നന്നായിട്ട് ഇനിയും കഴുകി വൃത്തിയാക്കി എടുക്കണം. മഷിത്തണ്ടെല്ലാം നന്നായിട്ട് നോക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ മഷിത്തണ്ട് കറി വെക്കാം. അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കറി വെക്കാനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അതായത് അതിന് കടുക് ഇട്ട് കൊടുക്കാം. അതിന് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം അരപ്പിയാക്കാം. തേങ്ങയും പച്ചമുളകും ഉള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ഒതുക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷിത്തണ്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇളക്കി മൂടി വെച്ച് നമ്മുടെ മഷിത്തണ്ട് കറി നന്നായിട്ട് വെന്ത് തോർന്ന് വന്നിട്ടുണ്ട്. സൂപ്പർ കറിയാണ്, സൂപ്പർ.